ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഗാസ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ആദ്യഘട്ടത്തിൽ 42 ദിവസങ്ങൾക്കുള്ളിൽ 737 തടവുകാരെയും 33 ബന്ദികളെയും മോചിപ്പിക്കുമെന്നാണ് ഇസ്രായേൽ അറിയിച്ചത്. ഇസ്രായേൽ ക്യാബിനറ്റ് വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതിന് പിന്നാലെ ഇസ്രായേൽ നിയമകാര്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച പ്രസ്താവന പുറത്തുവിട്ടത്. 16-നും 18-നും ഇടയിൽ പ്രായമുള്ള 25 പ്രായപൂർത്തിയാകാത്ത തടവുകാരൊഴികെ മോചിപ്പിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള മുഴുവൻ തടവുകാരെയും അവരുടെയൊക്കെ പേരുകളും മന്ത്രാലയം പുറത്തുവിട്ടിട്ടുണ്ട്. 70 സ്ത്രീകളും 25 പുരുഷന്മാരും ഉൾപ്പെടെ 95 തടവുകാരെ ഞായറാഴ്ച മോചിപ്പിക്കുമെന്ന് നേരത്തെയുള്ള പ്രസ്താവനയിൽ തന്നെ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഈ സമയത്ത് ഗാസയിൽ തടവിൽ കഴിയുന്ന 33 ഇസ്രായേൽ ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും. 15 മാസത്തോളമായി തുടരുന്ന ഗാസയിലെ ആക്രമണത്തിന് വിരാമം കുറിക്കുന്ന വെടിനിർത്തൽ കരാറിന് ഇന്നലെയാണ് ഇസ്രായേൽ ക്യാബിനറ്റ് അംഗീകാരം നൽകിയത്. 6 മണിക്കൂറിലേറെ നീണ്ട ക്യാബിനറ്റ് യോഗത്തിന് ശേഷമാണ് വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ ക്യാബിനറ്റ് അംഗീകാരം നൽകുന്നത്. 24 മന്ത്രിമാർ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകുന്നതിന് അനുകൂലമായി നിലപാടെടുത്തപ്പോൾ 8 മന്ത്രിമാർ കരാറിനെ എതിർത്തു എന്നും റിപ്പോർട്ടുകളിലുണ്ട്. ബന്ദികളുടെ മടങ്ങിവരവിനെ കുറിച്ചിട്ടുള്ള ചട്ടക്കൂട് സർക്കാർ അംഗീകരിച്ചു. ബന്ദികളെ വിട്ടയക്കാനുള്ള ചട്ടക്കൂട് ഞായറാഴ്ച മുതൽ നിലവിൽ വരുമെന്ന് ചുരുങ്ങിയ വാക്കുകളിലുള്ള പ്രസ്താവനയാണ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തുവിട്ടത്. അമേരിക്കയുടെ പിന്തുണയോടെ ഈജിപ്തും ഖത്തറും നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് നിർണായകമായ കരാർ യാഥാർത്ഥ്യമായത്. ഗാസയിൽ വെടിനിർത്തൽ കരാർ ഇസ്രായേലും ഹമാസും അംഗീകരിച്ചു എന്ന് നേരത്തെ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി പ്രഖ്യാപിച്ചിരുന്നു. 3 ഘട്ടങ്ങളിലായി വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. വെടിനിർത്തലിന്റെ 6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പലസ്തീനികളെ വടക്കൻ ഗാസയിലേക്ക് മടങ്ങാൻ അനുവദിക്കും. കരാർ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മേൽനോട്ടത്തിലാകുമത്രേ മടക്കം. ഗാസയിലെ വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ വിട്ടയക്കുന്നവരിൽ പ്രമുഖരായ നിരവധി പലസ്തീനി നേതാക്കളുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പലസ്തീൻ നാഷണൽ ലിബറേഷൻ മൂവ്മെന്റിന്റെ അഥവാ ഫത്തഹ് എന്ന സംഘടനയുടെ സായുധ വിഭാഗമായ അൽ അഖ്സ രക്തസാക്ഷി ബ്രിഗേഡിന്റെ കമാൻഡറായിരുന്ന സക്കറിയ സുബൈദി പട്ടികയിൽ ഉൾപ്പെടുന്നതായി ഇസ്രായേലി മാധ്യമങ്ങളുടെ റിപ്പോർട്ടുണ്ട്. 2019 മെയ്യിൽ ഇസ്രായേലി സൈന്യം അറസ്റ്റ് ചെയ്ത ഇയാളടങ്ങിയ 6 അംഗ സംഘം 2021 സെപ്റ്റംബർ 21 ഗിൽബോയ ജയിലിൽ തുരങ്കം നിർമ്മിച്ച് രക്ഷപ്പെട്ടു. 5 ദിവസത്തിന് ശേഷം പിടികൂടി. അന്നു മുതൽ ജയിലിലാണ്. മറ്റൊരാൾ ഖാലിദ ജരാൻ, PFLP സംഘടനയുടെ നേതാവാണ് ഇയാൾ. കഴിഞ്ഞ ഏതാനും മാസമായി ഇവർ ഏകാന്ത തടവിലാണ്. സ്ത്രീയാണ്. അഷ്റഫ് സുഗായർ 2002 ടെലവീവിലെ അല്ലൻ ബി തെരുവിൽ നടന്ന പോരാട്ടത്തിൽ ആ പോരാട്ടത്തെ സഹായിച്ചു എന്നാണ് ഇവർക്കെതിരായ ആരോപണം. ഈ ആക്രമണത്തിൽ 6 ജൂത കുടിയേറ്റക്കാർ മരിച്ചു. 84 പേർക്ക് പരിക്കുമേറ്റിരുന്നു. അഹമ്മദ് ബർഗൌദി ഫത്തഹിന്റെ സായുധ വിഭാഗത്തിന്റെ പ്രവർത്തകൻ 2016 12 ജൂത കുടിയേറ്റക്കാരെ കൊലപ്പെടുത്തിയെന്ന ആരോപണം. ഇസ്രായേലിലെ കോടതി 13 ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുന്നു. 13 ജീവപര്യന്തം. മറ്റൊരാളാണ് ഇയാദ് ജറദാത്ത്, പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിന്റെ നേതാവ്. 2021 സക്കറിയയ്ക്കൊപ്പം ഗിൽബോയ ജയിൽ ചാടി. പിന്നീട് മറ്റൊരു പോരാട്ടത്തിൽ ഇസ്രായേൽ സൈന്യം പിടികൂടി. ബിലാൽ അബു ഖാനെ 2015 ജെറുസലേമിൽ വെടിവയ്പ് നടത്തിയെന്ന ആരോപണം. സംഭവത്തിൽ 3 ജൂത കുടിയേറ്റക്കാർ കൊല്ലപ്പെട്ടു. 15 പേർക്ക് പരിക്കുമേറ്റിരുന്നു. അഷ്റഫ് അബു സ്രൗർ പലസ്തീനിയൻ അതോറിറ്റി സൈനികനാണ്. 2002 ഒരു ഇസ്രായേലി സൈനികനെ കൊലപ്പെടുത്തിയതാണ് കുറ്റം. മറ്റൊരാൾ വായിൽ കാസിം വിസം അബ്ബാസി, ഹമാസിന്റെ സിൽവാൻ സെല്ലിലെ നേതാക്കൾ എന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. അക്രം ഹമീദ് അൽ അഖ്സ ബ്രിഗേഡിന്റെ പ്രമുഖ നേതാവ്. 2002-2004 കാലയളവിൽ നിരവധി വെടിവയ്പ്പുകൾ ആസൂത്രണം ചെയ്തു എന്നാണ് ആരോപണം. താബത്ത് മർദാവി പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിന്റെ നേതാവ്. മുഹമ്മദ് ഖർബൌഷ് തുൽക്കാം ക്യാമ്പിലെ അൽഖസം ബ്രിഗേഡിന്റെ നേതാവ്. വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ 1904 പലസ്തീനികളെയാണ് ഇസ്രായേൽ സർക്കാർ വിട്ടയക്കുന്നത്. ഇതിൽ 1167 പേർ ഗാസയിൽ നിന്നുള്ളവരാണ്.
ഇതിൽ 296 പേരെ ദീർഘകാലം തടവിനാണ് ശിക്ഷിച്ചിരിക്കുന്നത് എന്നാണ് തടവുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പലസ്തീനിയൻ അതോറിറ്റി വകുപ്പിന്റെ മേധാവിയായ കാദുറ ഫാറസ് പറഞ്ഞത്. ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയ ഹിസ്ബുള്ള പ്രവർത്തകരെ 2ാം ഘട്ടത്തിലായിരിക്കും മോചിപ്പിക്കുക. ഇസ്മായിൽ ഹനിയ, യഹിയ സിൻവാർ, മുഹമ്മദ് ദൈഫ് തുടങ്ങിയ ഒട്ടനവധി നേതാക്കൾ ഒരുപാട് വർഷങ്ങൾ ഇസ്രായേലിന്റെ തടവറയിൽ കഴിഞ്ഞവരാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതുപോലെ ചില കരാറുകൾ ഉണ്ടാക്കുകയും ആ കരാറുകളുടെ ഭാഗമായി ഈ തീവ്രവാദികളെ ഇസ്രായേലിൽ മോചിപ്പിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം അനിവാര്യമായി വരും. മോചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു ലൈഫ് കിട്ടിക്കഴിഞ്ഞാൽ, ഈ സായുധ സംഘടനകളെയൊക്കെ കുറച്ചുകൂടി വിപുലീകരിച്ച് കൊണ്ടുപോകാൻ ഇവർ സന്നദ്ധരാകും. അതാണ് യഹിയ സിൻവാറും ദൈഫും ഇസ്മായിൽ ഹനിയയും ഒക്കെ ചെയ്തു കൂട്ടിയത്. ഇവര് പിന്നീട് ഇസ്രായേലിനെ എങ്ങനെയും തകർക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തിന്റെ മേൽ ഇസ്രായേലിനെതിരെ കൂടുതൽ ആളുകളെ സംഘടിപ്പിച്ച് മൂർച്ചയേറിയ രൂപത്തിൽ തിരിച്ചടിക്കുക എന്നതാണ് ഇവരുടെ പതിവ്. ഏറ്റവും ഒടുവിൽ ഒരവസരം ഇസ്രായേൽ കൊടുത്തെങ്കിലും ആ അവസരത്തിൽ ജീവിതം കെട്ടിപ്പടുക്കാനോ കുടുംബത്തോടൊപ്പം നല്ല രൂപത്തിൽ ഇനിയെങ്കിലും കിട്ടിയ ലൈഫ് ആസ്വദിക്കാനോ അല്ല അവര് തീരുമാനിച്ചത്. മറിച്ച് ഇസ്രായേലിനെ എങ്ങനെ തകർക്കാം. അങ്ങനെ വരുമ്പോൾ കണ്ടെയ്നറുകളിൽ എടുത്താലും തീരാത്ത രൂപത്തിൽ ഈ നേതാക്കളുടെയൊക്കെ തലകൾ കൊണ്ടുവന്ന് ഗാസയിൽ ഇറക്കി കൊടുക്കും ഇസ്രായേൽ. വേറെ വഴിയില്ല. കാരണം ഒരു മുൻകരുതൽ, ഒരു മുന്നറിയിപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ പമ്പര വിട്ടിയല്ലേ. പിന്നീട് ജൂതന്മാരെ പോയി ചൊറിഞ്ഞ് ജൂതന്മാര് തിരിച്ചു മാന്തി പൊളിക്കും. കണ്ടില്ലേ? വെറും 1.5 മണിക്കൂർ മാത്രമാണ് ഒക്ടോബർ 7-ാം തീയതി 2023 സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിൽ ഹമാസ് ഭീകരർ നുഴഞ്ഞു കയറി ആക്രമണം അഴിച്ചുവിട്ടത്. ഏതാനും ചില മണിക്കൂറുകൾ മാത്രം 1400 പേരെ ഇല്ലാതാക്കുന്നു. കുറച്ചു കുട്ടികളെയും സ്ത്രീകളെയും അടക്കം 257ഓളം ആളുകളെ പിടിച്ചു ബന്ദികളാക്കുന്നു. പിറ്റേ ദിവസം കാണുന്നു അവരെയൊക്കെ വളരെ നമുക്ക് കേട്ടാൽ നമുക്ക് മനസ്സിനെ പിടിക്കാത്ത രൂപത്തിൽ അവരെ ആക്രമിക്കുന്നു, പീഡിപ്പിക്കുന്നു, ബലാത്കാരം ചെയ്യുന്നു. ഇതൊക്കെ കണ്ടിട്ട് ജൂതന്മാരും മിണ്ടാതിരിക്കുമെന്ന് വിചാരിച്ചോ? പിറ്റേ ദിവസം മുതൽ, അതായത് ഒക്ടോബർ 7 അവസാനിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ തിരിച്ചു തുടങ്ങിയ പണിയാണ് ഈ 15 മാസമായിട്ടും നിലയ്ക്കാത്തത്. വല്ല കാര്യമുണ്ടോ? മ്യൂസിക് ഹറാമാണ്. ഒരു ഹലാലാക്കാൻ ഇറങ്ങി തിരിച്ചതാണ്. ഹറാമായ മ്യൂസിക് ആസ്വദിക്കാൻ വന്ന ആളുകളെ, നിരപരാധികൾ, നിരായുധർ, നിസ്സഹായർ, അവരെ പിടിച്ചുകൊണ്ടുപോയി ഈ രൂപത്തിൽ ശിക്ഷിച്ചപ്പോൾ പലസ്തീൻ ശൂന്യമാക്കി ഇസ്രായേൽ അങ്ങോട്ട് വിട്ടു. ഈ പലസ്തീനു വേണ്ടി, ഹമാസിനു വേണ്ടി വന്ന ഹിസ്ബുള്ളയുടെയും നേതാക്കന്മാര് മുഴുവനും തലയില്ലാത്ത ഉടലുകൾ മാത്രമായി അവശേഷിച്ചു. പിന്നീട് ഹൂതികൾ, അവരും ചെങ്കടൽ കേന്ദ്രീകരിച്ച് ഇസ്രായേലിനെ ചൊറിഞ്ഞു. അതും പിച്ചിക്കീറി വെയിലത്ത് വെച്ച് അവസാനിപ്പിച്ചു. ഇതൊക്കെ വിലയ്ക്ക് വാങ്ങിയ പ്രശ്നങ്ങളല്ലേ? അല്ലേ? ഇനിയും കിട്ടിയ ലൈഫ് കുടുംബത്തോടൊപ്പം സമാധാനമായി മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഇതിന്റെ ഇരട്ടിയായിട്ട് ഇനിയും ഇസ്രായേൽ തിരിച്ചു കൊടുക്കും. നന്ദി.